ഉച്ചയ്ക്ക് നട്ടപ്പൊരു വെളുത്ത് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. ഒരു കുട്ടി ഷോപ്പിങ്. എൻ്റെ കൂടെയുള്ള ആളാണ് മീര ചേച്ചി. ചേച്ചിനെ നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചേച്ചിക്ക് ക്യാമറേൻ്റെ മുന്നിൽ വരാൻ ചെറിയ ഒരു മടിയുണ്ട്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് മേടിക്കാൻ പോകുന്നതാണിത്. അങ്ങനെ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് അറബികളുടെ വീടാണ്. അറബികളുടെ വീടിൻ്റെ പുറം കാണാൻ വലിയ രസമൊന്നുമില്ലെങ്കിലും വീടിൻ്റെ അകം കാണാൻ നല്ല രസമാണെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. കൂട്ടുകാരിക്ക് ഗിഫ്റ്റ് മേടിക്കാനാണ് പോകുന്നതെങ്കിലും ഫുഡ് കഴിക്കാമെന്നാണ് ഞങ്ങൾ ഫസ്റ്റ് തീരുമാനിച്ചത്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ അൽഖർജ് ടൗൺ. ഞങ്ങൾ ചെന്നിട്ട് മന്തിയാണ് കഴിച്ചത്. റൗഡയിൽ നിന്ന് മന്തി കഴിച്ചു. അതാണ് ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല വെയിലത്ത് ഇങ്ങനെ പോയി നല്ലൊരു മന്തി കഴിക്കുന്നത് സൂപ്പർ. പിന്നെ എനിക്ക് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചേച്ചീൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് രാത്രി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ ഞാൻ നടന്നുകൊണ്ട് ചേച്ചീൻ്റെ റൂമിലോട്ട് പോകണേ. എൻ്റെ ചേച്ചീൻ്റെ ഒരു റൂം രണ്ട് റൂമാണ്. അങ്ങനെ ഞാൻ ചേച്ചീൻ്റെ റൂമിൻ്റെ അവിടെ എത്തി. അങ്ങനെ ചേച്ചി ഇങ്ങനെ ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ചേച്ചിക്ക് ഗിഫ്റ്റ് ഇഷ്ടമായി എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ചേച്ചി ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് പൊട്ടിച്ച് നോക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ആദ്യം മുട്ടായി കിട്ടി. ഇതിലെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മോൻ കണ്ടിട്ട് ഭയങ്കര സന്തോഷമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വലിയ പൈസേൻ്റെ ഗിഫ്റ്റൊന്നും കൊടുത്തില്ലെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന പോലെ ചെറിയ പൈസേൻ്റെ ആണെങ്കിലും ഒരു പേനയാണെങ്കിൽ പോലും നമുക്കത് കൊടുക്കുമ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ അവർ സന്തോഷിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഹാപ്പി ആയിരിക്കും. അങ്ങനത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു എനിക്കിത്. സെല്ലോ ടാപ്പ് വെച്ച് ഭയങ്കര മുറുക്കി പൊതിഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ പെട്ടി അയച്ചെടുക്കാൻ ഭയങ്കര പാടുപെട്ടു. അങ്ങനെ അവസാനം പെട്ടിയൊക്കെ തുറന്നു. പെട്ടിയിൽ ചേച്ചിക്ക് ഒരു ടോപ്പും ഒരു സ്പ്രേയും പിന്നെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഗുനാഫ ചോക്ലേറ്റും ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഡ്രസ്സ് കിട്ടിയ പാടെ എടുത്തൊക്കെ അതിങ്ങനെ വെച്ച് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. നല്ല മഴയത്ത് രാത്രി പുറകിൽ നോക്കുമ്പോൾ കാണാം നിങ്ങൾക്ക് ഇടിമിന്നലൊക്കെ വെട്ടുന്നത്. നല്ല മഴയത്ത് അങ്ങനെ സൗദിയിലാണെങ്കിൽ ഇവിടെയാണെങ്കിൽ വെള്ളം നമ്മുടെ നാട്ടിലെ പോലെ വെള്ളം പെട്ടെന്ന് അങ്ങനെ ഒലിച്ചു പോവില്ല. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു മഴ പെയ്തപ്പോഴത്തേക്കും വെള്ളപ്പൊക്കം പോലെ ഇങ്ങനെ വന്നു ടൗണിലൊക്കെ. നമ്മൾ ആ മഴയത്ത് രാത്രി നടന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾക്ക് വലിയ എന്തോ ആണ്. അല്ല, നമ്മുടെ സ്ഥിരം മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളീ പോയത്. അപ്പോൾ അടുത്ത വിശേഷമായി അടുത്ത വീഡിയോ കാണാം.